ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ 10ാം ക്ലാസ്സിലെ CBSE ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ സോൾവ് 4x 2x by x minus 3 plus 1 by 2x plus 3 plus 3x plus 9 by x minus 3 into 2x plus 3 equal to 0. Equal to 0 നമുക്ക് x not equal to 3 minus 3 by 2 എന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതായത് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് ഇവിടെ x മൈനസ് 3, ഇവിടെ 2x പ്ലസ് 3, ഇവിടെ x മൈനസ് 3, ഇവിടെ 2x പ്ലസ് 3, ഇവിടെ x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ആണ് LCM. ഈ x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 വെച്ച് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2x ബൈ x മൈനസ് 3 ഇൻറ്റു x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ഓരോ ടേമിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു LCM വെച്ച് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ LCM എന്ന് പറയുന്നത് x മൈനസ് 2 ഇൻറ്റു 2x പ്ലസ് 3 ആണ്. പ്ലസ് 3x പ്ലസ് 9 ബൈ x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ഇൻറ്റു x മൈനസ് 3 ഇൻറ്റു x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഇത് രണ്ടും ഒന്ന് കട്ടായിപ്പോയി. x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3. ഇവിടെ അതുപോലെ 2x പ്ലസ് 3 2x പ്ലസ് 3 കട്ടാവും. ഇവിടെ x മൈനസ് 3 കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. 2x ഇൻറ്റു പിന്നെന്തുകൊണ്ട് മുകളിൽ 2x പ്ലസ് 3 ഉണ്ട്. ഈ LCM ഇവിടെ ഈ ഡിനോമിനേറ്ററിൻ്റെ LCM ഡിനോമിനേറ്റർ അതൊക്കെയാണ് x മൈനസ് 3 2x പ്ലസ് 3 x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ആണ് LCM ആയിട്ട് വരിക. അപ്പോൾ അതിട്ട് ഈ x മൈനസ് 3 ഇൻറ്റു 2x പ്ലസ് 3 ഇട്ട് എല്ലാ ടേമിലും ഒന്ന് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഈ x മൈനസ് 3 കട്ടായിട്ട് 2x ഇൻറ്റു 2x പ്ലസ് 3 പ്ലസ് 1 ഇൻറ്റു പിന്നെ ഇവിടെ എന്തുണ്ട് x മൈനസ് 3 പ്ലസ് ഇത് ഡിനോമിനേറ്റർ ഇതൊന്നും കട്ടായിരിക്കും പ്ലസ് 3x പ്ലസ് 9 ഈക്വൽ ടു 0. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. സോൾവ് ഫോർ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ. ഈ 2xും 2x ഇതിനകത്തോട്ട് കയറ്റി കുടിക്കുന്നു. 2xും 2xും കൂടി ഇൻറ്റു ചെയ്താൽ 2 ഇൻറ്റു 2 4 x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു 3 6x പ്ലസ് 1 ഇൻറ്റു x മൈനസ് 3 എന്ന് പറഞ്ഞാൽ x മൈനസ് 3 പ്ലസ് 3x പ്ലസ് 9 ഈക്വൽ ടു 0. അതായത് 4x സ്ക്വയർ അങ്ങനെ തന്നെ ഇടുന്നു. ഇനി ഇവിടെ ഒരു പ്ലസ് 6x ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 3x ഉണ്ട്. അതായത് 6x ഇവിടെ 6x ഉണ്ട്, ഇവിടെ 1x ഉണ്ട് 7x 6x 1x 7x 7x 3x 10x എക്സിൻ്റെ ടേം എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുക. എക്സ് സ്ക്വയർ ഒറ്റ എണ്ണ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ എഴുതി 4x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1x പ്ലസ് 3x അതായത് 6x 1x 7x 7x 3x 10x. ഇനി ഇവിടെ രണ്ട് വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ, അതായത് ഒരു നെഗറ്റീവ് 3യും ഒരു പോസിറ്റീവ് 9ഉം, ഒരു നെഗറ്റീവ് 3യും ഒരു പോസിറ്റീവ് 9ഉം. അതായത് വലിയ സംഖ്യയെന്ന് ചെറിയ രണ്ട് വ്യത്യസ്ത സംഖ്യ, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഉള്ള സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. ഇവിടെ 9ൽ നിന്ന് 3 പോകെ 6, വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൽ നിന്നെല്ലാം ഒരു കോമൺ ഫാക്ടർ 2 എടുത്താൽ 2 കട്ട് ചെയ്യാം, 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2x സ്ക്വയർ. എല്ലാത്തിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്താലും മതി. പ്ലസ് 5x 10നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5x പ്ലസ് 6നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 സമം 0. 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 3 ഈക്വൽ ടു 0. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, ഈ 5xനെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതിയാൽ, അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. x ഈക്വൽ ടു മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a വെച്ചും ചെയ്യാം. അതിലും കുറച്ചും കൂടെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്.
അപ്പോൾ ഈസി മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 5x നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതുക. അതായത് ഈ 2x² അല്ലേ ഇവിടെ കിടക്കുന്നത്, 2x + 3x എന്ന് എഴുതാം. അപ്പോൾ 3 രണ്ടാമത് കിടക്കുന്നതുകൊണ്ട് 2x + 3x എന്ന് എഴുതാം. അല്ലാതെ 3x + 2x എന്ന് എഴുതാൻ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ ഒരു 2x² ഉണ്ട്, പ്ലസ് ഈ 5x സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു 2x + 3x + 3 = 0. ഇനി ഇവിടെ നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2x², 2x, ഇവിടെ രണ്ടിടത്തും 2 എടുക്കാം, x എടുക്കാം വെളിയിൽ. അതായത് 2x ഇൻറ്റു പിന്നെന്തുണ്ട് ഇവിടെ 2x × x², 2x² ആണ്, ഒരു എക്സേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു 2 എടുത്തു, ഒരു x എടുത്തു, 2x ആണ് ഇവിടെ ഉള്ളത്, അത് ഒരു x എടുത്തു, പ്ലസ് 1. ഈ 2x എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 പ്ലസ് ഇവിടെ രണ്ട് ടേമിൽ നിന്നും കൂടെ 3 കോമൺ ഫാക്ടർ എടുക്കുക. 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു x ഉണ്ട്, പ്ലസ് 1 = 0. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതിലും കോമൺ ഫാക്ടർ വന്നു. x + 1 ഉണ്ട്, ഇവിടെ x + 1 ഉണ്ട്. അപ്പോൾ x + 1 വീണ്ടും ഇനി വെളിയിലെടുക്കാം. അതായത് x + 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട്, ഇവിടെ x + 1 എടുത്തു കഴിഞ്ഞാൽ 2x ഉണ്ട്, ഇവിടെ x + 1 എടുത്തു കഴിഞ്ഞാൽ 3 ഉണ്ട്. അതായത് 2x + 3 = 0. ദാറ്റ് ഈസ് x + 1 ഒരു പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ x + 1 0 ആണ്, അല്ലെങ്കിൽ 2x + 3 0 ആണ്. അതായത് x + 1 0, 2x + 3 0, x + 1 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, x = 0 - 1 -1, എക്സിൻ്റെ വില -1. ഇനി 2x + 3 0 ആയാൽ എന്തുവാന്ന്, 2x = -3, x = -3/2. ഇവിടെ x ≠ -3/2 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ ഏത് വാല്യൂ എടുത്താൽ മതി, x = -1. ഇങ്ങനെ കൂടി പറയാം. ഇവിടെ ഇതാണ് ചോദ്യം. x ≠ 3, x ≠ -3/2. ഇവിടെ x - 3, 2x + 3, x - 3 × 2x + 3. ഇവിടെ LCM എന്ന് പറയുന്നത് x - 3 × 2x + 3 ആണ്. അപ്പോൾ നമുക്ക് ഓരോ ടേമിനെയും LCM വെച്ച് ഇൻറ്റു ചെയ്യാം. x - 3 × 2x + 3 പ്ലസ് 1/ ഇവിടെ ഉണ്ടായിരുന്ന ടേം അങ്ങ് എഴുതുക, ഇൻറ്റു LCM ഇവിടെ x - 3 × 2x + 3 ആണ്. x - 3, 2x + 3, x - 3 × 2x + 3. അപ്പോൾ ഇവിടെ LCM വെച്ച് മൊത്തം എല്ലാ ടേമിനെയും അങ്ങ് ഇൻറ്റു ചെയ്യുക. പ്ലസ് 3x + 9/x - 3 × 2x + 3, x - 3 × 2x + 3. അപ്പോൾ ഇത് രണ്ടും കട്ടാകും. ഈ 2x + 3, 2x + 3 കട്ടാകും. ഇവിടെ x - 3, x - 3 കട്ടാകും. പിന്നെ നമുക്ക് എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ അങ്ങ് എഴുതുക. ഇവിടെ ഒരു 2x ഉണ്ട്, പിന്നെ ബ്രാക്കറ്റിൽ എന്തുകൊണ്ട് മുകളിൽ 2x + 3, പിന്നെ പ്ലസ് ഇവിടെ 1 × x - 3 പ്ലസ് 3x + 9 × 3x + 9 മറ്റേ കട്ടായിപ്പോയല്ലോ = 0. അപ്പോൾ നമുക്ക് ഈ 2x വെച്ച് ഇതിനെ രണ്ടിനെ ഇൻറ്റു ചെയ്യാം. 2x × 2x 4x² പ്ലസ് 2x × 3 6x പ്ലസ് 1 × x - 3 x - 3 പ്ലസ് 3x + 9 = 0. It is 4x² പ്ലസ് x²ൻ്റെ ഒരു ടേമേ ഉള്ളൂ. ഇനി എക്സിൻ്റെ എത്ര ടേം ഉണ്ടെന്ന് നോക്കാം. 6x പ്ലസ് 1x പ്ലസ് 3x, അതായത് 10x. 6x 1x 7x, 7x 3x കൂടെ കൂട്ടിയാൽ 10x. ഇനി ഒരു -3 ഉണ്ട്, ഒരു +9 ഉണ്ട്. രണ്ട് ഓപ്പോസിറ്റ് സൈനാണ്. വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യ ചിഹ്നം. 9 ൽ 3 പോകെ 6, വലിയതിൻ്റെ ചിഹ്നം പ്ലസ് 6 = 0. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്ക് -b ± b² - 4ac/2 എന്ന് വെച്ച് a² + bx + c = 0 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം.
ഇത് നമുക്ക് അല്ലാതെ ഒരു എളുപ്പ വഴി ചെയ്യാൻ പറ്റും ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അതായത് ഇതിനെ മൊത്തത്തിൽ അങ്ങ് 2 വെച്ച് കട്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ 0 ആണ്. 4x² 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2x² എല്ലാ ടൈമിനും 2 വെച്ച് കട്ട് ചെയ്താൽ മതി. പ്ലസ് 5x പ്ലസ് 6നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു 0. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാനൊരു മെത്തേഡുണ്ട്. 5xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. 2x പ്ലസ് 3x 2x പ്ലസ് 3x 2x² പ്ലസ് 2x പ്ലസ് 3x പ്ലസ് 3 ഈക്വൽ ടു 0. ഇവിടെ ഇങ്ങനെ എഴുതുന്നത് നമുക്ക് ഈ 2x ആദ്യം എഴുതാം. 3x പ്ലസ് 2x എഴുതരുത്. ഇവിടെ കോമൺ ഫാക്ടർ വരത്തക്കോലെ 2x² അടുത്ത് 2x എഴുതാം. 3യുടെ അടുത്ത് 3x എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഇവിടുന്ന് ഒരു 2x എടുക്കാം ആദ്യത്തെ 2 ടേമിൽ നിന്ന്. അപ്പോൾ എന്ത് കിട്ടും? 2x ഇൻറ്റു പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു എക്സേ ഉള്ളൂ. 2xും എക്സും കൂടെ 2x² എക്സ് പ്ലസ് പിന്നെ ഇവിടെ 2x എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ഉള്ളൂ. പ്ലസ് ഈ 2 ടേമിൽ നിന്ന് 3 ഇങ്ങ് വെളിയിലെടുക്കുക. രണ്ടിടത്തും ഉണ്ടല്ലോ. 3 ഇൻറ്റു ഇവിടെ ഒരു എക്സ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 2x ഇൻറ്റു x പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ രണ്ടിടത്ത് x പ്ലസ് 1 കോമൺ ഫാക്ടർ വെളിയിലെടുക്കാം. അപ്പോൾ x പ്ലസ് 1 ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? പിന്നെ ഇൻറ്റു പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 2x ഉണ്ട്. 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് x പ്ലസ് 1 ഇങ്ങനെ എടുത്താൽ ഇവിടെ 3. ഇതിൽ നിന്ന് x പ്ലസ് 1 ഇങ്ങനെ എടുത്താൽ പിന്നെ ഇവിടെ 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഒരു പ്രോഡക്റ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ 0 ആണ്. അതായത് x പ്ലസ് 1 ഈക്വൽ ടു 0 ഓർ 2x പ്ലസ് 3 ഈക്വൽ ടു 0. x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു -1 വരും. 0 -1 ഇതങ്ങ് റൈറ്റ് സൈഡിൽ പോകും. പ്ലസ് 1 -1. ഇനി 2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2xൻ്റെ വില -3. x ഈക്വൽ ടു -3/2. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. എക്സ് നോട്ട് ഈക്വൽ ടു -3/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വില എടുത്താൽ മതി? x ഈക്വൽ ടു -1. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.